അങ്ങനെ എന്നെ വിസ്മയിപ്പിച്ച നടന്മാരിൽ ഒരാളായിരുന്നു കൊല്ലം സുധി. ഒരുപാട് എന്നെ ചിരിപ്പിച്ചിട്ടുണ്ട്. ഈ രണ്ട് പല്ലുകൾക്കിടയിൽ ഇടയുള്ള അയാളുടെ ലുക്കും അയാളുടെ വർത്തമാനവും ആ വർത്തമാനത്തിൻ്റെ വേരിയേഷനും ഒക്കെ എനിക്കിഷ്ടമായിരുന്നു. സിനിമാക്കാർ രാത്രി യാത്ര ചെയ്യില്ലെന്ന് ഞാൻ പലപ്പോഴും നമ്മുടെ പ്രോഗ്രാമുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു രാത്രി യാത്രയിൽ സുധി മാത്രം ഈ ലോകം വിട്ടുപോയി. അയാൾക്ക് ആദ്യ ഭാര്യയിലൊരു മകനുണ്ട്, നല്ല ഓമനത്തുള്ളൊരു മകൻ. രണ്ടാമത് അയാൾ ഒരാളെ കല്യാണം കഴിച്ചു, അതിലൊരു കുട്ടിയുണ്ട്. ഈ ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ എന്താ പറയുക, മൊത്തം സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടതുപോലെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. എനിക്കതൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് തോന്നിയത്, എൻ്റെ വീട്ടിൻ്റെ താഴെ ഒരു ഭാര്യയും ഭർത്താവും 2 കുട്ടികൾ, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി, 4 പേര് താമസിക്കാൻ വന്നു. പൊക്കം അല്പം കുറവാണെങ്കിലും നല്ല ദൃഢഗാത്രനായ നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ. അവന് പ്ലംബിങ്ങാണ് ജോലി. പ്ലംബിങ്ങിന് പോകും, സൈക്കിളുണ്ട്. സൈക്കിളൊക്കെ ഈ ജയൻ ഉരുട്ടും പോലെ ഒരു കൈ കൊണ്ടാണ് ഈ തേരി ഉരുട്ടിക്കയറ്റൊക്കെ ചെയ്യുന്നത്. എന്നോട് നല്ല പെരുമാറ്റമായിരുന്നു. അയാളുടെ അച്ഛനൊരു മുസൽമാനും അമ്മ ഒരു നായർ സ്ത്രീയുമാണ്. ശിവരാഗത്തുകാരനാണ്. അച്ഛൻ അവിടെ എന്തോ ചായക്കട എന്തോ നടത്തുകയാണ്. അവിടെ ജോലിക്ക് വന്ന പെൺകുട്ടിയാണ് ഇയാൾ കല്യാണം കഴിച്ചത്. അതിൽ അങ്ങനെ അച്ഛനോടും അമ്മയോടും ഒക്കെ തെറ്റി. അങ്ങനെയാണ് വാടക വീടെടുത്ത് ശാന്തിവള്ളിയിലെത്തിയത്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ ഗൾഫിലേക്ക് പോയി. ഗൾഫിൽ പോയിട്ട് വെള്ളിയാഴ്ച തോറും വിളിക്കും. ഇന്നത്തെ പോലെ എപ്പോഴും വിളിക്കാവുന്ന സംവിധാനമല്ല, ഭയങ്കര കാശാണ്. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ ആ ഏരിയയിൽ ലാൻഡ് ഫോൺ ഉള്ളത് എൻ്റെ വീട്ടിൽ മാത്രമാണ്.